2.5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും വയനാട് സുൽത്താൻ ബത്തേരിയിൽ മൈനർ ഇറിഗേഷന്റെ കുടിവെള്ള പദ്ധതി നോക്കുകുത്തിയായി തുടരുന്നു. ബത്തേരി കട്ടയാട് സ്ഥാപിച്ച കിണറും പമ്പ് ഹൗസും മാനിക്കുനിയിൽ സ്ഥാപിച്ച ജലസംഭരണിയുമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. മാനിക്കുനി പ്രദേശത്തെ 30 കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. പദ്ധതി നടത്തിപ്പിൽ ആക്ഷേപം ഉയർന്നതോടെയാണ് പ്രാവർത്തികമാകുന്നതിന് മുമ്പ് തന്നെ പദ്ധതി നിലച്ചത്. 1997 കട്ടയാട് മാനിക്കുനി പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളമെത്തിക്കുന്നതിനായി കിണറും പമ്പ് ഹൗസും ജലസംഭരണിയും സ്ഥാപിച്ചത്. ലക്ഷങ്ങളാണ് പദ്ധതിക്കായി വകുപ്പ് ചെലവഴിച്ചത്. തുടർന്ന് പമ്പ് ഹൗസിൽ മോട്ടറും സ്ഥാപിച്ചു. കട്ടയാട് സ്വകാര്യ വ്യക്തി ഇറിഗേഷൻ വകുപ്പിന് വിട്ടു നൽകിയ 3 സെന്റ് സ്ഥലത്താണ് കിണറും പമ്പ് ഹൗസും നിർമ്മിച്ചത്. ഇതിനായി മാനിക്കുനിയിലെ 30 വീടുകളിൽ പൈപ്പ് കണക്ഷനും നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും പദ്ധതി നടപ്പിലായില്ല. 25 വർഷം മുമ്പ് മൈനർ ഇറിഗേഷൻ നിർമ്മാണം നടത്തി പൂർത്തിയാക്കിയ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസും കിണറുമാണ് ഇവിടെ അനാഥമായി കിടക്കുന്നത്. വർഷങ്ങളായിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇത് പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കണമെന്ന് ജനങ്ങൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടുന്നുണ്ട്, മൈനർ ഇറിഗേഷൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇതുവരെയും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. വേനലിൽ കുടിവെള്ളത്തിനായി നാട് പരക്കം പായുമ്പോഴാണ് നിറയെ വെള്ളമുള്ള കിണറും മോട്ടറും ജലസംഭരണിയും വകുപ്പിന്റെ പിടിപ്പുകേടുകൊണ്ട് അനാഥമായി കിടക്കുന്നത്. പദ്ധതി പ്രാവർത്തികമായാൽ 100-ലേറെ വീടുകൾക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിക്കും. അതിനാൽ ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾ പദ്ധതി നടപ്പാക്കാൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് മലയാളം, വയനാട്.